നമ്മുടെ യോഗത്തിൽ ഈ ചർച്ചാ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യാം. മനോജ് ഖാന നാടക പ്രവർത്തകനാണ്, സിനിമാ സംവിധായകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ള പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പുരസ്കൃതമായിട്ടുള്ള ചായില്യം പോലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ചായില്യം. അത് വാസ്തവത്തിൽ സിനിമയുടെ മലയാളിയുടെ സിനിമാ ആസ്വാദനത്തിൻ്റെ മേഖലയിൽ പലതുകൊണ്ടും പുതുമ നിറഞ്ഞ ഒരു ചിത്രമായിരുന്നു. എപ്പോഴും അവരെ ജാഗ്രതയാക്കി ഇരുത്തുന്ന, അവരെ ഒരു വലിയ ദുർവിധി പോലെ കാസർഗോഡുള്ള ജനങ്ങളെ തലമുറകൾ പിന്നിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എൻഡോസൾഫാൻ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ആ വിഷയത്തിനെ പ്രമേയമാക്കിക്കൊണ്ടെടുത്ത അമീബ എന്ന സിനിമ, തുടർന്ന് വന്ന കിഞ്ചിര എന്ന് പറയുന്ന സിനിമ. ഈ സിനിമകളൊക്കെ ഓരോ സിനിമകളും സവിശേഷമായ ചില സാംസ്കാരിക യുക്തികളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും സമൂഹത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് അതുവരേക്കും തുറക്കാത്ത ചില വാതിലുകൾ തുറക്കുന്നതും ഒക്കെയായ സിനിമയാണ് ചെറുപ്പക്കാരനായ എൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള മനോജ് ഖാന എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇനിയും പുതിയ സംഭാവനകൾ നൽകാൻ കെൽപ്പുള്ള ഒരു പ്രതിഭ തന്നെയാണ് അദ്ദേഹവും ഈ വിഷയത്തെ സംസാരിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. മനോജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പ്രതിബദ്ധത അദ്ദേഹത്തിൻ്റെ രചനകളിൽ, ജീവിതത്തിൽ, മറ്റ് സാംസ്കാരിക ആവിഷ്കാരങ്ങളിലൊക്കെ നിലനിർത്തുന്ന ഒരാളാണ് അദ്ദേഹം. പ്രത്യേകിച്ചും നമ്മളിവിടെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയുടെ വിഷയം. എമ്പുരാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരുപക്ഷെ ഒരു സവിശേഷമായ ഒരു രാഷ്ട്രീയ പരാമർശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളാരും ചർച്ച ചെയ്യാൻ ഇടയില്ലാതിരുന്ന ഒരു സിനിമയാണ്. അങ്ങനൊരു മിതവാദ മതനിരപേക്ഷ രാഷ്ട്രീയ ചായ്വുള്ള ഒരു രാഷ്ട്രീയധാരയിൽ നിന്ന് അതിൻ്റെ പ്രധാന നേതാവിനെ ബജരംഗിയുടെ പാർട്ടി അടർത്തിയെടുക്കുകയാണ്. ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു സഖ്യമാണ് പിന്നീട് കേരള രാഷ്ട്രീയം ഭരിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിലാണ് അപ്പോൾ രണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ അതിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തേത് ഗുജറാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ടാമത് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഹിംസാത്മക രാഷ്ട്രീയത്തിൻ്റെ അതിന് വ്യക്തിഗത നേതൃത്വം കൊടുത്തയാൾ തന്നെ കേരളത്തിൻ്റെ മോഡറേറ്റ് സെക്യുലർ രാഷ്ട്രീയ ധാരയിൽ നിന്ന് ഒരു നേതാവിനെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് വിഷയത്തെയും സംബന്ധിച്ച് വിമർശനാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എമ്പുരാനെ ഏറ്റവും അധികം ചർച്ചാവിധേയമാക്കിയത്. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ പിന്നീട് സംസാരിക്കാം. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. അധ്യക്ഷനായ ശ്രീ പ്രദീപ്, സിനിമാ സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ മനോജ് ഖാന, പ്രിയമുള്ളവർ, എമ്പുരാൻ സിനിമയുടെ രാഷ്ട്രീയം ആരെയാണ് അലോസരപ്പെടുത്തുന്നത്, ആരുടെ എല്ലാം ഉറക്കമാണ് കിടക്കുന്നതെന്ന വിഷയത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇതൊരു തുടർ നാടകമാണ്. കാരണം പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ സിനിമയുടെ സംവിധായകനെ, തിരക്കഥാകൃത്തിനെ, അണിയറ പ്രവർത്തകരെ, നിർമ്മാതാവിനെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയൊക്കെ ഘോഷിക്കാവുന്ന കാര്യത്തെപ്പറ്റി ഗാഠമായിട്ട് ആലോചിക്കുകയും അതനുസരിച്ചുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് കേന്ദ്ര ഭരണകൂടം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളെല്ലാം കേട്ടുവരുന്നൊരു കാര്യമാണ്, CBIയും ED ഉപയോഗിച്ച് ആര് വേണമെങ്കിലും വേട്ടയാടാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് യാതൊരു മടിയില്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കലാസൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, അത് തങ്ങൾക്ക് അഹിതകരമായ രാഷ്ട്രീയം വിളിച്ചു പറയുന്ന ഒരു കലാസൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര വേഗത്തിൽ, ഇത്ര ചടുലമായ രീതിയിൽ ഈ സിനിമയുടെ നിർമ്മാതാവിനെ, സംവിധായകനെ, അണിയറ പ്രവർത്തകരെ, അതിൽ അഭിനയിച്ചവരെ എല്ലാം പടിപ്പടിയായിട്ട് വേട്ടയാടുക, അവഹേളിക്കുക, സൈബർ ബുള്ളിങ്ങിന് വിധേയരാക്കുക, അസഭ്യവർഷം കൊണ്ട് അവരുടെ മനഃശാന്തി കെടുത്തുക, ഇത് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഇതിന് അറുതിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അടങ്ങാത്ത പ്രതികാര വാഞ്ച ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മുഖമുദ്രയാണ്. എൻ്റെ മനസ്സ് പെട്ടെന്ന് ചെന്ന് ചേരുന്നത്
ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിലേക്കാണ്. ആ സംഭവം നടന്നിട്ട് ഏതാണ്ട് 3-4 വർഷം തികയാറായി. 2002 കലാപകാലത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ, അവർക്ക് ആശ്വാസം തരാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തിയ ശ്രമം നടത്തിയ എൻ്റെ അടുത്ത സുഹൃത്തായ RB ശ്രീകുമാറിൻ്റെ വിധിയെപ്പറ്റി ഞാൻ ആലോചിക്കുക. ഒരു 3 വർഷം മുമ്പാണ് സുപ്രീം കോടതിയുടെ, അതും റിട്ടയറിയറായ ജഡ്ജസ്, ഞാൻ ജുഡീഷ്യറിയെ പറ്റി കമൻറ്റ് ചെയ്യുന്നത് കാര്യമായ പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയുന്നത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. ആ ജഡ്ജസിൻ്റെ വിധിന്യായം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, പത്രസമ്മേളനം പോലെ ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കണ്ടോ, സുപ്രീം കോടതി പോലും ശരിവച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നിലപാടിനെ. ഇതിനെതിരായിട്ട് ഈ നരേന്ദ്രമോദിയെയും ഗുജറാത്ത് ഭരണകൂടത്തെയും അപമാനിക്കാനായി ശ്രമിച്ച ആളുകളെ വെറുതെ വിടാൻ പറ്റില്ല. മണിക്കൂറുകൾക്കുള്ളിൽ CBI റെയ്ഡ്, പോലീസ് CBIയും ഓടിച്ചെന്നു RB ശ്രീകുമാറിൻ്റെയും ടീസ്ത സെൽവാറിൻ്റെയും വീട്ടിലെത്തി. പാതിരാ നേരത്തെ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു, ടീസ്തയെ അറസ്റ്റ് ചെയ്തു. ഒരു 3 മാസക്കാലം ജയിലിൽ കിടന്നു. അവർക്ക് ജാമ്യത്തിന് വേണ്ടി നിരന്തരമായി പോരാടേണ്ടി വന്നു. അവസാനം ശ്രീകുമാറിന് ജാമ്യം കിട്ടി. പക്ഷെ ഒട്ടും വൈകാതെ തന്നെ ഈ ശ്രീകുമാറിനെ മറ്റൊരു കേസിൽ അവർ കുടുക്കി. ഇന്ന് അദ്ദേഹം നിശബ്ദനാണ്. നിങ്ങൾ ആരെങ്കിലും ആ വ്യക്തിയെ ഓർമ്മിക്കുന്നുണ്ട്? ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്ന് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഒരുപക്ഷെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഭയം കൊണ്ടല്ല, അദ്ദേഹം അത്രയേറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ദുർബലനായിട്ട് മാറിക്കഴിഞ്ഞു. ഈ തിക്താനുഭവങ്ങൾ നിരന്തരമായ വേട്ടയാടുന്ന അദ്ദേഹത്തെ ആകെ തളർത്തിക്കഴിഞ്ഞു. ഇതിനെ പിടിച്ചു നിൽക്കാനുള്ള, നടക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അദ്ദേഹം അമർവാദി കഴിയുകയാണ്. ടീസ്ത സെൽവാർ തീരെയായ പോരാളിയായതുകൊണ്ട് അവർ പിടിച്ചു നിന്നു. ഒരു ഇൻ്റർനാഷണൽ പ്രൊഫൈലുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് രാത്രി 10:30 മണിക്ക് യോഗം വിളിച്ചു കൂട്ടി അവരുടെ അറസ്റ്റ് തടഞ്ഞു. അല്ലെങ്കിൽ പിറ്റേന്ന് ഗുജറാത്ത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ളൊരു സംഭവ പരമ്പര കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട്. നമ്മളിവിടെ എന്താണ് നടന്നത് നിഷ്പക്ഷമായിട്ട് ആലോചിക്കാം. നമുക്കെല്ലാം അറിയും പോലെ ഈ ഫിലിം ഇതൊരു ഡ്യൂലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിലിമാണ്. സർട്ടിഫൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സ്ഥാപനം ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബോഡി കുറേ കൊണ്ട് സ്വതന്ത്രമായിരുന്ന കാലത്ത് 8-10 വർഷം അതിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ അവാർഡ് ജൂറിയാണെങ്കിലും സെൻസർ ബോർഡാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അതിന് വാക്കുകൾ പറയുകയാണെങ്കിൽ വിവരം കിട്ട RSകാരെ കൊണ്ട് കുത്തി തറച്ചിരിക്കുകയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. രാഷ്ട്രീയ ചായ്വ് നോക്കി മാത്രമാണ് ഇത്തരം ഈ ബോഡികളിലെ അംഗങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം എന്നല്ല, ഏതാണ്ട് എല്ലാവരും തന്നെ RSകാരെന്ന് പറയാവുന്ന ഒരു സർട്ടിഫിക്കേഷൻ ബോർഡ്, ഒരു 4 അംഗങ്ങൾ, നിങ്ങളുടെ അറിയോട് ഞാൻ പറയുകയാണ്, 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഒരു സിനിമ കാണുന്നത്. അവർ സിനിമ കണ്ട് സർട്ടിഫൈ ചെയ്ത് ആ സിനിമ പുറത്ത് കഴിയും. പിന്നെ എന്തുണ്ടായി? രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കടിഞ്ഞാൺ വലിക്കുന്ന അത്ര അദൃശ്യമല്ലാത്ത ഭരണഘടനാ ബാഹ്യമായിട്ടുള്ളൊരു അധികാര കേന്ദ്രം, അത് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ അധികാര കേന്ദ്രത്തിൻ്റെ മുഖപത്രം തുടർച്ചയായിട്ട് തന്നെ എഡിറ്റോറിയൽ എഴുതി. ഇത് ദേശവിരുദ്ധമാണ്, രാജ്യദ്രോഹപരമാണെന്ന് എഡിറ്റോറിയൽ എഴുതി. അതിനകത്ത് വ്യക്തമായിട്ടൊരു സന്ദേശം ഉണ്ടായിരുന്നു. അത് ആർക്കും അവഗണിക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു ആ മെസ്സേജ്. ഒന്നുകിൽ നിങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടുക. കാരണം ഇത് പറയുന്നവരാണ് നാടാകെ ശാഖകളും ഉപശാഖകളും ഉണ്ട്. ഏറ്റവും കൂടുതൽ പക്ഷേ വേരുറപ്പുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു സംഘടനയുടെ ഔദ്യോഗിക മുഖപത്രം. സാധാരണയായി ഇത്തരം കാര്യങ്ങളിൽ വളരെ കുറച്ച് മാത്രം അഭിപ്രായം പറയുന്ന, വളരെ സെലക്റ്റീവായിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന സംഘടന മുഖപത്രം തുടർച്ചയായിട്ട് ഇതിൻ്റെ എഡിറ്റോറിയൽസ് തരും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിർമ്മാതാക്കളെ, സംവിധായകനെ, രചനാകൃത്തിനെ ഒക്കെ അലോസരപ്പെടുത്തിയിരിക്കാൻ ഇടയുണ്ട്. കാരണം ജീവനിൽ കൊതിയില്ലാത്ത ആരും ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞ ഈ ഭരണകൂടത്തിൻ്റെ വകയായിട്ടുള്ള പീഡനം വരുന്നതെന്ന് ആർക്കറിയാൻ പറ്റും. അങ്ങനെ അവർ ഈ സെൻസറിങ്ങിന് ഔദ്യോഗികമായിട്ട് അപേക്ഷിക്കാതെ തന്നെ വോളണ്ടറി കട്ട് വരുത്തി 17 കട്ടോടുകൂടെ ഈ സിനിമ തിയേറ്ററുകൾ പ്രദർശിക്കപ്പെട്ടു. അല്ലാതെ സിനിമ കണ്ട ഒരാളുകളുണ്ട്. ഒരാഴ്ചയോളം നീണ്ടു നിന്നു അതിൻ്റെ പ്രദർശനം. ഇതുകൊണ്ടും ഇവരുടെ കല്ലി അടങ്ങിയില്ല. അവരോരോരുത്തരെയായിട്ട് പിടികൂടാൻ ശ്രമിക്കുക. എൻ്റെ സംവിധായകനെ, തിരക്കഥാകൃത്തന്നെ, അഭിനയിച്ച ആളുകൾക്ക് ഇതിനായിട്ടുള്ള, അതിന് ആ പ്രധാന നടൻ്റെ ഭാര്യയ്ക്ക് ഇതിനായിട്ട് പോലും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശ്രദ്ധിക്കുകയാണ്.
എന്തുമാത്രം വൃത്തികെട്ട ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ അസഭ്യ വർഷം ചൊരിയുന്നതെന്ന് ആ സ്ത്രീയുടെ ഭൂതകാലമൊക്കെ എടുത്തു പറഞ്ഞ് ആ സ്ത്രീയെ പരമാവധി അവഹേളിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നമ്മുടെ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായി. ഇതൊരു പക്ഷേ അഭൂതപൂർവമായിട്ടുള്ള കാര്യമാണ്. ഒരു കലാസൃഷ്ടിക്കെതിരായിട്ട് ഒരു ഭരണകൂടം ഈ രീതിയിൽ അതിൻ്റെ എല്ലാ ആയുധങ്ങളും എടുക്കും. അതും ഒരു മെയിൻ സ്ട്രീം സിനിമ, മുഖ്യധാരാ സിനിമ. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? മിണ്ടിക്കൂടാ ഗുജറാത്തിനെ കുറിച്ച്. ഇത് നമ്മുടെ ഭരണകൂടം കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് നടത്തി വരുന്ന ശ്രമമാണ്. ആളുകളുടെ ഓർമ്മയെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മൾ പറയാറില്ലേ, മെമ്മറി ഇറേസ് ചെയ്യാൻ, ഓർമ്മയെ മെല്ലെ മെല്ലെ ഛേദിച്ച് കളയാമെന്ന്. വെറും ഓർമ്മകളല്ല, കാതലായ കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ പോലും. രാജസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പരാമർശമില്ല. എന്ന് മാത്രമല്ല, വേറൊരു ഭാഗത്ത് നാഥുറാം ഗോഡ്സെക്ക് ക്ഷേത്രങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഗോഡ്സെയുടെ പേരിൽ അമ്പലങ്ങൾ വരുന്നിട്ടുണ്ട്. ഗോഡ്സെയെ പരസ്യമായിട്ട് സാധൂകരിച്ച ഒരു മാന്യ സ്ത്രീക്ക് അടുത്ത കാലത്ത് പ്രമോഷൻ കിട്ടുകയായിരുന്നു. നിങ്ങളെല്ലാം പത്രത്തിൽ കണ്ടു കാണുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മുടെ ഓർമ്മകളെ പടിപ്പടിയായിട്ട് കത്തിരിച്ച് കളയാനുള്ള, ഛേദിക്കാനുള്ള സിസ്റ്റമാറ്റിക്കായ സംഘടിതമായ ശ്രമം ഭരണകൂടം നടത്തുകയാണ്. ഇത് ഫാസിസത്തിൻ്റെ ലക്ഷണമാണ്. ഇത് അന്തരിച്ച എഴുത്തുകാരനായ മിലൻ കുന്ദേര എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ആ ആളുകളുടെ ഈ ഓർമ്മകളെ ഇല്ലാതാക്കുക എന്നുള്ളത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമരം, അധികാരത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് മറവിക്കെതിരായിട്ട് ഓർമ്മ നടത്തുന്ന സമരമാണ്. ഇത്തരം ചില കലാസൃഷ്ടികളോ സാഹിത്യകൃതികളോ നമ്മുടെ ഓർമ്മയെ ഉദ്ദീപിപ്പിച്ചില്ലെങ്കിൽ, പാപ്പി ശ്രീകുമാർ 3 പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം അതിന് ഡയറക്റ്റ് വിറ്റ്നസ് ആയിരുന്നു. അദ്ദേഹം നേരിട്ട് കണ്ട ഒരാളാണ്. അദ്ദേഹം എത്രയോ സായാഹ്നങ്ങൾ ഇരുന്നുകൊണ്ട് എനിക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അന്ന് വരുന്ന കൂട്ടക്കൊലയെക്കുറിച്ച്, ബലാത്സംഗത്തെക്കുറിച്ച്, പട്ടപ്പകൽ ചുട്ടുകരിക്കുന്നതിനെക്കുറിച്ച് ആൾക്കാരെ അദ്ദേഹം കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സമരം നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റാരോടും പറയാത്ത കാര്യങ്ങൾ അടുത്ത കൂട്ടുകാരുടെ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇതിനെപ്പറ്റി മിണ്ടിക്കൂടാ. ഇതിനെപ്പറ്റിയുള്ള ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ജനിച്ച അല്ലെങ്കിൽ 5 വർഷം മുമ്പ് ജനിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കലാപം എന്നുള്ള വിദൂരമായ ഓർമ്മ പോലുമല്ല. ചരിത്ര പുസ്തകങ്ങളിൽ എങ്ങുമില്ല. പണ്ടേതോ പത്രങ്ങൾ പരതുകയാണെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും. ഇങ്ങനൊരു കലാപം നടന്നു, 2000-3000 പേര് കൊല്ലപ്പെട്ടു. അവിടെ നടന്നത് വെറും ഒരു കലാപമല്ലായിരുന്നു, മറിച്ചൊരു വംശഹത്യയായിരുന്നു, ഒരു ജിനോസൈഡായിരുന്നു, അല്ലെങ്കിൽ വംശീയമായ ശുദ്ധീകരണം, എത്നിക് ക്ലൻസിങ് ആയിരുന്നു. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഇതാണ് കാര്യം. എല്ലാം ഈ പൊതുജനങ്ങളുടെ ഓർമ്മ വളരെ ഹ്രസ്വമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഹ്രസ്വമായ ഓർമ്മ പോലും അത് നിലനിർത്താൻ ചില ഉപാധികൾ ആവശ്യമാണ്. അങ്ങനെയുള്ള ഉപാധികളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തി വരുന്നത്. ആളുകളുടെ ഓർമ്മയെ പടിപ്പടിയായിട്ട് കത്തിരിച്ച് കളയും. സമീപഭൂതകാലത്തെ മാത്രമല്ല, വിദൂരഭൂതകാലത്തെ പറ്റിയുള്ള ഓർമ്മകളെയൊക്കെ ഒന്നുകിൽ ആ ഓർമ്മകളിൽ മായം കലർത്തൽ, അല്ലെങ്കിൽ ആ ഓർമ്മകളെ ഇല്ലാതാക്കി തീർക്കൽ. ഇതാണ് ഭരണകൂടം ശ്രമിച്ചു വരുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയാവുന്ന, അങ്ങനെ വലിയ കലാമൂല്യം അവകാശപ്പെടാനിടയില്ലാത്ത കമേഴ്ഷ്യലായ ചേരുവകളടങ്ങിയൊരു പാട്ടാണ്. ധൈര്യത്തോടെ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ വിഷയത്തെ സംബോധന ചെയ്തു എന്നുള്ളത് അവർക്ക് മാപ്പ് കൊടുക്കാനാവാത്തൊരു പാതകമാണ്. ഒരിക്കലും മാപ്പ് കൊടുക്കുള്ളൂ. ഇനി ഇതൊരു തുടർന്നു വരുന്നൊരു നാടകത്തിൻ്റെ നമ്മൾ പലതും കാണാനിരിക്കുന്നുണ്ട്. ഇതിന് അഭിനയിച്ച ആളുകൾക്കും, പ്രത്യേകിച്ച് നിർമ്മാതാവിനും സംവിധായകനും പ്രധാന പ്രധാന നടനും ഇനി എന്തെല്ലാം നേരിടാൻ അവരുടെ ജീവിതം ഒട്ടും സുഖകരമായിരിക്കില്ല. എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. എനിക്ക് ശ്രീകുമാറിനെയും ടീസയുടെയും എനിക്ക് അടുത്ത് വലിയുള്ള ആൾക്കാർ അനുഭവത്തിലൂടെ പറയുന്നത് അവരുടെ ഭാവി ജീവിതം ഒട്ടും സുഖകരമായിരിക്കില്ല. അവരെ വേട്ടയാടാനുള്ള ഒരു വഴിയും ഭരണകൂടം ഇനി ബാക്കി വയ്ക്കില്ല. ഇത് നീണ്ടു നിൽക്കാൻ പോകുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. ഇതാണ് നമ്മളെ ഏറ്റവും ശല്യം ചെയ്യുന്നൊരു കാരണം. നമ്മളെ ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ എന്ത് തരം ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കഴിച്ചുകൂടാ, നമ്മൾ എന്ത് തരം സിനിമ കാണണം അല്ലെങ്കിൽ കണ്ടുകൂടാ എന്ന് തീരുമാനിക്കുന്നത് ഭരണഘടന ബാഹ്യമായ ഒരു അധികാര കേന്ദ്രമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. ഇതാണ് ഫാസിസ്റ്റ് സ്വഭാവമുള്ള, ഹിറ്റ്ലറെയും മുസോളിനിയും ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ അവരോടുള്ള ആരാധന ഒരിക്കലും മറച്ചു പിടിക്കാത്ത സ്ഥാപക നേതാക്കന്മാരുടെ പാരമ്പര്യം പേർന്ന ഒരു സംഘടന. ആ സംഘടനയാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്, നിങ്ങൾ ഇന്നതരം ആഹാരം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നതരം ആഹാരം കഴിക്കാവൂ, ഇന്നതരം സിനിമകൾ കാണാൻ പാടില്ല, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ആളുകളുടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാവുന്ന അധികാരം കൈയാളുന്നത് ഇന്ന് പോലീസോ ഭരണകൂടമോ കോടതിയോ ഒന്നുമല്ല, പക്ഷേ ഈ ഭരണഘടനാബാഹ്യമായ അധികാര കേന്ദ്രമാണെന്നുള്ള ഒരവസ്ഥ വന്നിട്ടില്ല. നമ്മളെല്ലാം ഭയപ്പെടുത്തേണ്ട, അത് ഫാസിസത്തിൻ്റെ ശരിക്കുമുള്ള തനി സ്വഭാവം പ്രകടമാക്കുന്ന ഒരു
മനസ്സിന് എല്ലാ കാര്യത്തും ശല്യം ചെയ്യുന്ന ഒരു പുതിയ യാഥാർത്ഥ്യം ഇതാണ്. ഇതെല്ലാം അറിയാം. ഗോമാംസം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന സംശയത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം 150-200 ഇടയ്ക്കാണ്. എത്ര പേരെന്ന് ഓർമ്മിക്കുന്നു? മോബ് ലിഞ്ചിങ് പറഞ്ഞത് ഒരു കാലത്ത് നമ്മുടെ ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചൊരു വാക്ക്, നമ്മൾ മുമ്പ് ആരും കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് ഈ ആൾക്കൂട്ടം നടത്തുന്ന കൊലപാതകം അല്ലെങ്കിൽ ആൾക്കൂട്ടം നടത്തുന്ന അക്രമം എന്ന് പറയുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ബുൾഡോസിങ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറൊന്ന് ഈ ഖനനം ചെയ്യുക, കുഴിച്ച് ചെല്ലുക. ഓരോ അമ്പലത്തിൻ്റെ ഓരോ പള്ളിയുടെ അവിടെ ചെന്ന് കുഴിച്ച് നിന്ന് അവിടെ അമ്പലത്തിൻ്റെ അവശിഷ്ടം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കുഴിച്ച് ചെല്ലുമ്പോൾ അവസാനം എത്തുന്ന ഒരു മഹാശൂന്യതയിലായി. ഇങ്ങനെ ഈ ബുൾഡോസിങ്ങും ഈ അവസാനിക്കാത്ത ഖനനം ചെയ്യലും ഈ പറഞ്ഞ മോബ് ലിഞ്ചിങ്ങും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രത്യേക ദിശയും കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ചെറിയ സംഭവം എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. അധികം പേര് ശ്രദ്ധിച്ചു കാണാൻ ഇടയില്ല അവസാനം. അത് ഞാനും എൻ്റെ വായനയുടെ ഭാഗമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കാര്യമാണ്. 2024 ഇലക്ഷൻ കാലത്ത് അമിത്ഷാ, എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല, ഒരിടത്ത് പ്രസംഗിച്ചു. അന്ന് അദ്ദേഹം എപ്പോഴും പറയാറില്ല വായു ഓർ ബഹനോ, അവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഗുജറാത്തിൽ കുറേ ദേശവിരുദ്ധ ശക്തികളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നരേന്ദ്രഭായി അവരെയൊക്കെ ഈ നിരപ്പാക്കി അവിടെയൊക്കെ ശുദ്ധമാക്കിയെന്ന്. എത്നിക് ക്ലെൻസിങ്ങിന് അധികം ഉപയോഗിച്ച ഓമന പേരാണ് ഈ ദേശീയ വിരുദ്ധ ശക്തികളെയൊക്കെ ഉന്മൂലനം ചെയ്തത്. നരേന്ദ്രഭായി അവിടെയൊക്കെ ശുദ്ധമാണ്. ഇത് പറഞ്ഞ വാക്കാണ്. അറിഞ്ഞോ അറിയാതെ സത്യം പുറത്തു വന്നു. അവിടെ നടന്നത് ഒരു വംശഹത്യയാണെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം അറിയാതെ, അത് ഒരു പ്രസംഗത്തിൻ്റെ ചെറിയ കഷ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വളരെ ബോധപൂർവ്വം നടപ്പിലാക്കിയ എത്നിക് ക്ലെൻസിങ് അത് ലോകത്തിന് മുഴുവൻ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ആരൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സംഭവമായിരുന്നു. യൂറോപ്യൻ പാർലമെൻറ്റ് ഇതിൻ്റെ പരസ്യമായിട്ട് അപലപിച്ചു. പുറത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാരും പത്രപ്രവർത്തകരും ഇതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് എഴുതി. ഇതിന് പലതരം ഫീച്ചേഴ്സും പുറത്തു വന്നു. എന്തിനും അമിത്ഷായ്ക്ക് നരേന്ദ്രമോദിക്ക് 4 വർഷക്കാലം അമേരിക്കയിലേക്കുള്ള വിസ പോലും നിഷേധിക്കപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞ കാലത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇതൊക്കെ വസ്തുക്കളായിട്ട് അവശേഷിക്കുകയാണ്. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്യുമെൻറ്റ്സ് ആളുകളുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കാനുള്ള ശ്രമം ഭരണകൂടം നടത്തുന്നുണ്ട്. BBC ഒരു ഡോക്യുമെൻ്ററി എടുത്തപ്പോൾ അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. അത് JNUവിലെ കുട്ടികൾ ആ ഡോക്യുമെൻ്ററി കാണിച്ചപ്പോൾ പാതിരാ നേരത്ത് അവരുടെ ഇലക്ട്രിസിറ്റി കട്ടി നമുക്ക് എത്ര ബാലിശമായ കാര്യമാണ് നോക്കുക. ഈ കാലത്ത് ഈ രീതിയിലൊരു സിനിമയുടെ സ്പീഡിങ് തടയാൻ പറ്റും. അപ്പോൾ അത് ഏത് അറ്റം വരെയും പോകും. കാരണം ഗുജറാത്തിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. അതൊരു സെൻസിറ്റീവ് സ്പോട്ടാണ്. അവരുടെ മർമ്മങ്ങളിൽ ഇപ്പോഴും ചെന്ന് തറയ്ക്കുന്ന ഒരു ഓർമ്മയാണിത്. ആ ഓർമ്മകൾക്ക് എങ്ങനെയെങ്കിലും കുടഞ്ഞ് കളയണം. ഏത് മാർഗം ഉപയോഗിച്ചും ആ ഓർമ്മ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഒരു മാപ്പ് കൊടുക്കുകയില്ല. കാരണം അവരുടെ കൈകളിൽ, നാട്ടിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയുടെ കൈകളിൽ പോലും ചോര വരണ്ടിട്ടുണ്ട്. അതാണ് സത്യം. ആ കൈകളിൽ ചോര വരണ്ടിട്ടുണ്ട്. കൈകൾ ശുദ്ധമല്ല, മനുഷ്യരക്തം വരണ്ടിട്ടുണ്ട്. പക്ഷേ ആ വസ്തുത അവർക്ക് മറച്ചു പിടിക്കണം. അതിന് വഴി എന്താണ്? ആളുകളുടെ ഓർമ്മയെ ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക. നമ്മൾ അതാണ് കണ്ടുവരുന്നത്. നമ്മളിവിടെ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ്. നമ്മൾ എന്ത് തരം ഭക്ഷണം കഴിക്കാൻ പാടില്ല, എന്ത് തരം സിനിമ കാണാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ഭരണകൂടമോ ഇന്ന് ഗവൺമെൻറ്റോ ജുഡീഷ്യറിയോ പോലീസോ സെൻസർ ബോർഡോ ഒന്നുമല്ല, മറിച്ച് ഭരണഘടനാ ഭാഗ്യമായ ഒരു അധികാര കേന്ദ്രമാണ് എൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ പറയാം, ചെറുത്ത് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് നിൽക്കണം. പക്ഷെ പറയാൻ എളുപ്പമാണ്. ഈ കട്ടുവരുത്തിയ ആളുകളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുക. നമ്മളൊന്ന് മാറി എന്ന് ചിന്തിക്കുകയാണ്. കോടിക്കണക്കിന് പണം മുടക്കി ഒരു സിനിമ എടുത്തു. ആ സിനിമയുടെ ഒരു വിധിയാണെങ്കിൽ അനിശ്ചിതത്വത്തിൽ തൂങ്ങുകയാണ്. ഇതിനായിട്ട് നാട്ടിലെ ഭരണകൂടം എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയാണ്. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് നിർമ്മാതാവിനെ ഒരു തൂക്കിയെടുത്തു, ED. അപ്പോൾ അതിൻ്റെ അവർക്ക് എന്തുകൊണ്ട് മുമ്പ് തോന്നിയില്ല? ഈ മനുഷ്യൻ നടത്തിയ ക്രമക്കേടുകളെ കുറിച്ചുള്ള തോന്നൽ എന്തുകൊണ്ട് മുമ്പുണ്ടായില്ല? അതിന് ടൈമിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച നടനും സംവിധായകനും ഒരു പ്രശസ്ത താരമല്ലാതെ അഭിനയിച്ചു. അവർക്കൊക്കെ അവരുടെ സ്വന്തം സുരക്ഷിതത്വം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാനുഷികമായിട്ടുള്ള വികാരമാണ്. ഇവിടെ ഇനി കുറച്ചു കാലം കൊണ്ട് ജീവിക്കണമെന്നും സ്വൈര്യത്തോടെ കഴിയണമെന്നുള്ള ആഗ്രഹം, കലാരംഗത്ത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഇവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്വമേധയാ അവരുടെ ഭാഷ പറയാൻ വോളണ്ടറി കട്ട്സ് വരുത്തി. അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് വസ്തു. ആ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെയ്തു പോകുമായിരുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്ര ശക്തമായിട്ടാണ് ഭരണകൂടം ആഞ്ഞടിച്ചത്. ഭരണകൂടം പറയുകയാണെങ്കിൽ ഈ ഓർഗനൈസർ പത്രത്തിലെ ഈ എഡിറ്റോറിയൽ അതിലടങ്ങിയിട്ടുള്ള സൂചന സന്ദേശം വളരെ വ്യക്തമായിരുന്നു. നിങ്ങൾ ഒന്നുകിൽ അനുസരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുക എന്നുള്ള വ്യക്തമായ സന്ദേശം ഉണ്ടായിരുന്നു. ആ സന്ദേശം ബന്ധപ്പെട്ട ആൾക്കാർ ഉൾക്കൊണ്ട് ഒരു കട്ട്സ് വരുത്തി. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. അതാ പലരും പറയാറുണ്ട്, അയ്യോ ഇത് വരുത്തി വെച്ച ആ ഡാമേജ് തീരാൻ പോകുന്നില്ല, ഇതിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട്, അത് അപകടകരമാണ്, അത് ദേശവിരുദ്ധമാണ്, രാജ്യദ്രോഹപരമാണ്. അതിനെ ഒരിക്കലും നമുക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല.
അപ്പം പിന്നെന്ത് ചെയ്യണം? പ്രതികാര ബുദ്ധിയോടെ വേട്ടയാടുക. ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ ഒക്കെ നിരന്തരം വേട്ടയാടുക. എവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാൻ പറ്റും. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന ഈ വളരെ എന്താ പറയുക, ട്രാജിക്കെന്ന് മുഴുവൻ പറയാൻ വയ്യ. അത് ട്രാജി കോമിക് എന്ന് പറയാവുന്ന അവസ്ഥാവിശേഷം ഇതാണ്. സെൻസർ ബോർഡ് അതിൻ്റെ ആ പ്രക്രിയയെ കൂടെ കടന്നുപോയി സർട്ടിഫിക്കറ്റ് ഒരു പടം അതിനെ ഈ ബാഹ്യമായ ശക്തികളുടെ ഈ അതിശക്തമായ ഒരു പ്രചാരണ കോലാഹലത്തിൻ്റെ ഫലമായിട്ട് കട്ട് ചെയ്യാൻ അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ നിർബന്ധിതരായിത്തീരുന്ന അവസ്ഥയെപ്പറ്റി ആലോചിച്ചു. ഇവിടെ പണ്ട് കാലത്ത് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് കവനീരി ചന്ദ്രൻ്റെ സിനിമ ഒരുപാട് ദാരുണമായ കട്ട്സിന് വിധേയമായിട്ട് തരുന്നു. അത് വളരെ വികൃതമായ അവസ്ഥയിലാണ് തിയേറ്ററിൽ എത്തിയതെന്ന് പിന്നീട് സംവിധായകൻ പറയുകയുണ്ടായി. അടിയന്തരാവസ്ഥയുടെ കാലമായിരുന്നു, വേറെ മാർഗമില്ലായിരുന്നു, കട്ട്സ് വ്യക്തി മാർഗം ഉണ്ടായിരുന്നു, കട്ട്സ് വ്യക്തി. പക്ഷെ അവിടെ കൊണ്ട് ആ പ്രശ്നം അവസാനിച്ചു. ഇതങ്ങനെയല്ല, ഇത് ശരിയായിട്ടുള്ള പ്രക്രിയയെ കൂടെ കടന്നുപോയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിനാണ് ഈ രീതിയിലുള്ള അംഗഭംഗം വന്നിട്ടുള്ളത്. കാരണം വരുത്തിയില്ലെങ്കിൽ പ്രത്യേകത അതിലേറെ ഭീകരമായിട്ട് തീരുമാനിക്കുന്നത്. ഈ പോക്ക് നാടിനെ ഇവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ എളുപ്പത്തിൽ പറയും ഇത് പുത്തൻ ഫാസിസത്തിൻ്റെ രൂപമാണ്, ഇത് നിയോ ഫാഷിസമാണെന്നൊക്കെ നമുക്ക് വേഗത്തിൽ പറയാം. പക്ഷേ ഇതിന് എങ്ങനെയാണ് ചെറുത്തുനിൽപ്പ് നടത്തേണ്ടത്? ഇതിനെപ്പറ്റി ആളുകൾ വേണ്ടവണ്ണം അവെയറാണ്. ആളുകളൊക്കെ എത്രമാത്രം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം തന്നെ പല ആളുകളും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭീഷണി വന്നതോട് അതിൽ പലരും പതറിക്കഴിഞ്ഞു, പലരും നിശബ്ദരായത്. ചില ആൾക്കാർ തന്ത്രപരമായി മൗനം പാലിച്ചു, മറ്റാൾക്കാർ മാളത്തിലേക്ക് വലിഞ്ഞു. ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രം തൻ്റെ അടുത്തുള്ള അഭിപ്രായം പറയാനുണ്ട്. യഥാർത്ഥത്തിൽ വേണ്ടത് അങ്ങനെയല്ല. ഈ രീതിയിൽ ഒരു കലാസൃഷ്ടിയുടെ നേർക്ക് നടത്തുന്ന ഒരു അസമമാണ് അതിനെ തുറന്നു കാട്ടാനും അതിനെതിരായിട്ട് സംഘടിതമായിട്ട് നീങ്ങാനും സാംസ്കാരിക ലോകം തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. കാരണം ഈ സാംസ്കാരിക ലോകത്തിലെ ആളുകളെ പോലും വിലയ്ക്ക് മേടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അനുനയം കൊണ്ട്, പ്രലോഭനം കൊണ്ട്, ഭീഷണി കൊണ്ട് ആർക്കും ആരെയും വിലയ്ക്ക് മേടിക്കാവുന്ന അവസ്ഥ ഇന്ന് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. എത്ര ഉന്നതനായ നേതാവാകട്ടെ, എത്ര വലിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനാകട്ടെ, അവരെയൊക്കെ ഒന്നുകിൽ ചൂണ്ടയിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിക്ക് മുമ്പിൽ അവർ പതറുന്ന അവസ്ഥയെ കൊണ്ട് എത്തിക്കുക. അങ്ങനെ അവരെയൊക്കെ നിശബ്ദരാക്കാനുള്ള ഉപാധികൾ ഭരണകൂടത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു എതിർപ്പോ ചെറുത്തുനിൽപ്പോ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എതിർപ്പുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് നാളെയും തുടരാനിടയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് നമ്മളെല്ലാം തിരിച്ചറിയണം. തങ്ങൾക്ക് അഹിതകരമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, തങ്ങൾക്ക് അഹിതകരമായിട്ടുള്ള രീതിയിലുള്ള സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാസൃഷ്ടികളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം. സുബ്രഹ്മണ്യ സ്വാമി പണ്ടേ തന്നെ ഒരു ആഹ്വാനം കൊടുത്ത എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം നടപ്പിലാക്കിയില്ല. അതിന് പിന്നെ അദ്ദേഹം നരേന്ദ്രമോദിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. അതായത് ഈ ഇടതുപക്ഷ ലിബറൽ ചിന്താഗതിക്കാരായിട്ടുള്ള ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളയും, റോബിള താപ്പറിൻ്റെ പുസ്തകങ്ങൾ കത്തിക്കണമെന്ന് പരസ്യമാണ് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥി വിഭാഗത്തിൽ, ഫാക്കൽറ്റിയുടെ നിയമനത്തിൽ, വൈസ് ചാൻസലറുടെ നിയമനത്തിൽ എല്ലാവരുടെ നിയന്ത്രണം വന്നു കഴിഞ്ഞു. ഇങ്ങനെ പടിപ്പടിയായിട്ട് നമ്മുടെ ഓരോരോ സ്ഥാപനത്തെയായിട്ട് അവർ ഒന്നുകിൽ ദുർബലമാക്കി, അല്ലെങ്കിൽ കയ്യിലെടുത്തു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവരുടെ വരുതിയിലാക്കി. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു വരുന്നത്. ഫാസിസത്തിൻ്റെ ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഇപ്പോഴത്തെ ഭരണകൂടം യഥാർത്ഥത്തിൽ ആ ലക്ഷണങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ചർച്ച ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ പൗരാവകാശങ്ങൾ, നമ്മൾ വിലമതിച്ചിരുന്ന ജനകീയ സ്വാതന്ത്ര്യങ്ങൾ നമ്മളിൽ നിന്ന് പതുക്കെയായിട്ട് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ തന്നെ നമ്മളിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എത്ര പേര് ബോധവാന്മാരാണെന്ന് ചോദിച്ചാണെങ്കിൽ ഉത്തരവില്ല. കാരണം ഭരണകൂടത്തിൽ പല ഉപാധികളുമുണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. ഇവിടുത്തെ അസമത്വം, ഇവിടുത്തെ തൊഴിലില്ലായ്മ, ഇവിടുത്തെ മാൽന്യൂട്രീഷൻ, ഇവിടുത്തെ കുട്ടികളുടെ ഇതിനെ പറ്റിയൊന്നും ചിന്തയില്ല. ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ പറ്റിയാണ് വാചാലന വന്നത് പ്രൈം മിനിസ്റ്റർ. ഇങ്ങനെ പല രീതിയിലുള്ള ഈ ആളുകളെ എളുപ്പത്തിൽ മുഗ്ധരാക്കാൻ കഴിയുള്ള കപട വായ്ത്താരിയിലൂടെ സാമാന്യ ജനങ്ങളുടെ ബോധത്തെ ഉറക്കിക്കിരുത്താനുള്ള വിദ്യകൾ ഈ ഭരണകൂടത്തോട് വിധേയത്വം പുലർത്തുന്ന ഇവിടെ ഒരു പത്രലോകം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മീഡിയ, ഇവിടുത്തെ ചാനൽസും ഇതിനകം തന്നെ വഴക്കിയെടുത്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഈ ദേശീയ ചാനലുകളുടെ സോക്കോൾ നാഷണൽ ചാനൽസിൻ്റെ കാര്യം അതിൽ എത്ര എണ്ണമുണ്ട്? സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന എത്ര ചാനൽസുണ്ട്? ഒന്നെങ്കിലും എടുത്ത് കഷ്ടിച്ച് ഒരെണ്ണം വേണമെങ്കിൽ കഷ്ടിച്ച് പറയാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ചാനൽസും അടിയുറവ് പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് സർവൈവലിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ അടിയുറവ് പറഞ്ഞില്ലെങ്കിൽ ഫലം പ്രത്യേകാതം ഭീകരമായിരിക്കും. ഇനി ഇതിന് മറുവശം ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കാശ്മീരി ഫയൽസ്, കേരള സ്റ്റോറി പോലത്തെ പടങ്ങൾ, ആ പടങ്ങൾ നമുക്കെല്ലാം അറിയാം വളരെ ഏകപക്ഷീയമാണ്.
വാസ്തവങ്ങളെ ഒരുപാട് വളച്ചൊടിച്ച് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം പടങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക മാത്രമല്ല, ആ പടങ്ങളുടെ കലാമേന്മയെക്കുറിച്ച് ഈ ഭരണാധിപന്മാർ വാഴ്ത്തുകയും ചെയ്യും. ഇവിടെ യു പിയിലാണെന്ന് തോന്നുന്നു കാശ്മീർ ഫൈൽസിന് അവർ ടാക്സിയിൽ നിന്നെല്ലാം എക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന് പനോരമ സെലക്ഷൻ പോലും കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഇസ്രായേലിൽ നിന്ന് വന്ന ഒരു ജൂറി അംഗം പറഞ്ഞു, ഒരു കാരണവശാലും ഈ പനോരമയിൽ ഇങ്ങനത്തെ ഒരു ദേശീയ മത്സരത്തിൽ കയറ്റാൻ പാടില്ലാത്തൊരു പടമായിരുന്നു, അത്രയും മോശപ്പെട്ട ഒരു കലാസൃഷ്ടിയാണ് ഇത്. അതപ്പോൾ പറഞ്ഞ ആളിപ്പോൾ അവിടെ നിന്ന് പോയി, അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഈ കേരള ഫയൽ കാശ്മീരി ഫയൽസിന് കേരള സ്റ്റോറിക്കും ഒരു നീതി, മറിച്ച് എമ്പുരാന് മറ്റൊരു നീതി, അത് നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഇത് പൗരാവകാശങ്ങളിൽ വലിയ അളവിൽ നിലവിലുള്ള ഒരു ലിബറൽ ഡെമോക്രസിയാണ് ഇന്ത്യ എന്നുള്ള പൊതുവെയുള്ള വെപ്പ്. അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇരട്ടത്താപ്പിന് സാധൂകരണം ഉണ്ടാവുക? ഇതൊക്കെ ഇവിടെ നാട്ടിൽ ഇപ്പോൾ വില പോകുന്ന അവസ്ഥ വന്നിരിക്കുക. എന്ത് ചെയ്താലും അതൊക്കെ വില പോകും. അത് ജുഡീഷ്യറി അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം കണ്ണടയ്ക്കും എന്നുള്ള അവസ്ഥ വന്നിരിക്കുക. അപ്പോൾ നീതിക്ക് വേണ്ടി എവിടെയാണ് സാധാരണ മനുഷ്യൻ ചെന്ന് മുട്ടേണ്ടത്? നീതിക്ക് വേണ്ടി ആരുടെ വാദത്തിലാണ് ചെന്ന് മുട്ടേണ്ടത്? അതിപ്പോഴും ഒരു പരിഹാരമില്ലാത്ത ചോദ്യമായിട്ട് അവശേഷിക്കുക. നമ്മളെപ്പോലെ കുറച്ച് ഒരു കുരുത്തം കിട്ട ആളുകൾ മാറിയിരുന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്നത് ഈ വലിയ ഇരുട്ടിൽ കൊളുത്തിവെക്കുന്ന ഒരു ചെറിയ കൈത്തിരിയായിരിക്കുമെന്നുള്ള ആ ഒരു ദുർബലമായ പ്രതീക്ഷ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അഭിവാദ്യം.